എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഹോണ്ടയുടെ SP125 വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തെ അപ്ഡേഷനുകളും അതുപോലെ പുതിയ മാറ്റങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഹോണ്ടയുടെ ഏറ്റവും പുതിയൊരു മോഡലായ ഹോണ്ട SP125 ആണ്. ഹോണ്ടയുടെ ഏറ്റവും നല്ലൊരു പ്രീമിയം ലുക്കിലുള്ള, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലാണ് ഹോണ്ട SP125 ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേഷനുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഹെഡ് ലാമ്പാണ് ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ വരുത്തിയിരിക്കുന്നത്. അതായത് LED ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അത് ഒരു സ്പ്ലിറ്റ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു DRL കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത് ഓണാക്കി നോക്കാം. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഒരു നീണ്ട ഒരു ലുക്കിൽ, അത് താഴെ 2 ഡോട്ട് ലൈനിലും ഒക്കെ ഒരു ഡിസൈൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്ത് അവർ മനോഹരമായൊരു DRL ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ വൈസറിൻ്റെ 2 സൈഡിലായിട്ടും പുതിയ 2 ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ഒരു വിൻഡ് സ്ക്രീനും അതുപോലെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയൊരു അപ്ഡേഷനാണ് ആ ഗ്രാഫിക്സിലും വന്നിരിക്കുന്നത്. നമുക്ക് ആ ഗ്രാഫിക്സ് വൈസറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്തും അത് ബാക്കിലോട്ട്, അതായത് സീറ്റിൻ്റെ എൻഡ് ഭാഗം വരെ നമുക്ക് ആ ഗ്രാഫിക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പുതിയൊരു ഡിസൈനിലാണ് ആ ഗ്രാഫിക്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു SP125 എന്നൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്ത് സൈഡ് മനോഹരമാക്കി ഇറക്കിയിട്ട് ഉണ്ട്. അതുപോലെ ഹോണ്ടയുടെ ഒരു 3D എംബ്ലം ആ ടാങ്കിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഒരു കവളൊക്കെ കൊടുത്ത് അത് മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് നോക്കാമെങ്കിൽ ഒരു ടെയിൽ യൂണിറ്റ് വന്നിരിക്കുന്നത് ഒരു ഷേപ്പിലുള്ള ഒരു പുതിയൊരു ഡിസൈനിലാണ് ടെയിൽ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു LED ടെയിൽ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ്റെ ഭാഗത്ത് നിന്ന് നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജൻ ബൾബാണ്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു TFT ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീറ്റർ ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ നമുക്ക് ഓൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ ന്യൂട്രലിൻ്റെ, അതായത് ഗിയർ പൊസിഷൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്കോയുടെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ RPMൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പീഡ്, അതേപോലെ ബ്ലൂടൂത്തിൻ്റെ ഒരു സിമ്പിൾ കണക്ടിവിറ്റി ചെയ്യാനുള്ള ആപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കിത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാം. ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനെ കൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫ്യൂവല്, ട്രിപ്പ് A, B, സെറ്റിങ്സ്, ഫങ്ഷന്, ഡിസ്പ്ലേ, ജനറൽ, സർവീസ്, ഇത്രയും ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിൻ്റെ അത്. നമുക്ക് ഫങ്ഷൻ എടുക്കാൻ കാണാൻ സാധിക്കുന്നത് ട്രിപ്പ് A, ഓട്ടോ റീസെറ്റ്, ഇക്കോ ഇൻഡിക്കേറ്റർ. അതുപോലെ ഡിസ്പ്ലേ എടുക്കാമെങ്കിൽ ഡിസ്പ്ലേ ടൈപ്പ്, ബാറ്, സിമ്പിള്, അതുപോലെ ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ ചെയ്യാം, മാനുവലും ചെയ്യാം. അതുപോലെ നമുക്ക് തീം മാറ്റാം. ഡാർക്ക്, ലൈറ്റ്, ഓട്ടോ, ഫേവറേറ്റ് ഇൻഫർമേഷൻ. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഫ്രണ്ട് ഡിസ്പ്ലേ കൊണ്ടിടാവുന്ന ഒരു ഓപ്ഷനാണിത്. ജനറൽ, ഡേറ്റ്, ടൈം, യൂണിറ്റ്, പിന്നെ ബ്ലൂടൂത്ത് പെയർ റീസെറ്റ്. അത് നമുക്ക് ആപ്പ് മുഖേനയാണ് റീസെറ്റ് ചെയ്യുന്നത്. ഫോണിൻ്റെ നമുക്ക് ഹോണ്ടയുടെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് മുഖേന നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കിൻ്റെ അത് സർവീസിൻ്റെ എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. മെയിൻ്റെനൻസ്, ഓയിൽ ചേഞ്ച് ചെയ്തത്, മെയിൻ്റെനൻസിൻ്റെ കിലോമീറ്റർ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. വാണിങ്, ബാറ്ററി വോൾട്ട്, സിസ്റ്റം ഇൻഫർമേഷൻ. അതേപോലെ നമുക്ക് ഈ സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പാസ് സ്വിച്ച്, അതുപോലെ ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ സ്വിച്ച്, അതുപോലെ ഇത് മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അതുപോലെ ഹോണിൻ്റെ സ്വിച്ച്. ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് സെൽഫ് സ്റ്റാർട്ടിൻ്റെയും അതുപോലെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെയും കൂടെ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്.
അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടയർ സൈസ് നോക്കാമെങ്കിൽ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 80/100/18 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്പോക്ക് വീല്, അത് സ്പ്ലിറ്റ് ടൈപ്പിലുള്ള ഒരു സ്പോർട്ടി സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ടയർ സൈസ് നോക്കാമെങ്കിൽ 100/80/18 ബാക്ക് ടയർ സൈസ് വരുന്നത്. അതേപോലെ നമുക്ക് ഇതൊരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ബാക്ക് വരുന്നത്. ഒരു റെഡ് സ്പ്രിങ്ങോട് കൂടിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്കാണ് വരുന്നത്. ABS കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ സൈലൻസറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്, സൈലൻസർ ഒരു നീണ്ടൊരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ക്രോം കവറിങ്ങോട് കൂടിയ ഒരു പ്രൊട്ടക്ടറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് 125ൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ 124 cc 8 kW at 7500 RPM പവറും അതുപോലെ തന്നെ 10.9 Nm at 6000 RPM ടോർക്ക് നൽകുന്നത്. വണ്ടിയുടെ ഓവറോൾ ലെങ്ത് വരുന്നത് 2027 mm, വിത്ത് വരുന്നത് 785 mm, ഹൈറ്റ് വരുന്നത് 1091 mm. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ആയിട്ടുള്ളൊരു സീറ്റാണ്. അത് നല്ല ഒരു ടാങ്കോട് ചേർന്നൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ വന്ന് ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ടാങ്കും സീറ്റും ഒക്കെ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രാബ് റെയിൽ നോക്കാമെങ്കിൽ ഒരു സിംഗിളായിട്ടൊരു ഗ്രാബ് റെയിലാണ്. അത് ബോഡി കളറോട് കൂടിയ ഒരു ഗ്രാബ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സൈഡിലായിട്ടൊരു സാരി ഗാർഡ് കാണാം. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊരു കവറിങ് ഒക്കെ കൊടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. ഫുഡ് റെസ്റ്റ് ഒക്കെ നോക്കാമെങ്കിൽ നമുക്ക് ഒരു റബ്ബർ കവറിങ്ങോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പിലുള്ള ഫുഡ് റെസ്റ്റാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഫ്രണ്ടിൽ ഒരു റബ്ബറിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സൈഡ് ഡിസ്റ്റൻസ് സെൻസറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സ് വരുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം വണ്ടി ഒരു 5 കളർ വേരിയൻറ്റിൽ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ 2 വേരിയൻറ്റിലാണ് കിട്ടുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റും വരുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേ ഉള്ളൂ നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ SP 125ൻ്റെ പുതിയ അപ്ഡേഷനുകളും മാറ്റങ്ങളും. അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടി തന്നിരിക്കുന്നത് മുത്തൂറ്റോടെ കോന്നി ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻക്വയറീസോ വല്ലതും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.